ചെറുപ്പത്തിൽ അവൾ ഇങ്ങനെയായിരുന്നില്ല, ഈ അടുത്താണ് ഇങ്ങനെ വഷളായി പോയത്, എന്തു പറഞ്ഞാലും അനുസരണക്കേടാണ്, തർക്കുത്തരം പറയുകയാണ്, എതിര് പറയുകയാണ്. അവൾക്ക് വലുത് അവളുടെ ഫ്രണ്ട്സാണ്. ഫുൾ ടൈം മൊബൈൽ ഫോണിൽ റീല് കണ്ടുകൊണ്ടിരിക്കുന്നു, ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊന്നും പറഞ്ഞതിന് ഒരു വിലയുമില്ല, എന്താണോ ഫ്രണ്ട്സ് പറയുന്നത് അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അനുസരണക്കേടുകൂടെ ഒരു ധിക്കാരിയെപ്പോലെ തർക്കുത്തരം പറഞ്ഞും വയലൻ്റായും ആക്രമിച്ചും ഒച്ചപ്പാടാക്കിയിട്ടും വീട്ടിൽ വലിയ സങ്കടത്തോടു കൂടെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി ഇവിടെ കൺസൾട്ടേഷന് വേണ്ടി വന്നപ്പോൾ പറയുകയുണ്ടായി. ചില മക്കളുടെ വിഷയത്തിൽ നമ്മളിവിടെ കൺസൾട്ടേഷൻ ഡേകളിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന പ്രശ്നങ്ങളിലൊന്ന്, ചില മാതാപിതാക്കൾ വരുന്നത് ഇത് പറയാൻ വേണ്ടി മാത്രമാണ്. അവരുടെ മക്കൾ വഴികേടിലായത്, MDMA LSD ഉൾപ്പെടെയുള്ള ലഹരിയുടെ അടിമയായതിൻ്റെ, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ, അനുസരണക്കേട് കാണിക്കുന്നതിൻ്റെ, നിസ്കാരം നിലനിർത്താത്തതിൻ്റെ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നതിൻ്റെ, ഇത്തരം പ്രശ്നങ്ങളും ആവലാതികളും പറയാനാണ് ചിലർ വരുന്നത് തന്നെ. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെത്താനുണ്ടായ കാരണം എന്താണെന്നറിയോ? ഒരു പരിധിവരെ നമ്മളതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തന്നെ. നിങ്ങളിത് പൂർണ്ണമായിട്ടും കേട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഇതനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്? പറഞ്ഞതനുസരിക്കുന്നില്ല, ഒന്നും അവർക്ക് വിലപ്പോകുന്നില്ല. നാം കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ എന്താണ് വഴി? എങ്ങനെയാണ് അവരിങ്ങനെ ആയിത്തീർന്നത്? 2 കാരണങ്ങളാണ് പൊതുവിൽ അതിന് കാണുന്നത്. ഈ 2 കാരണങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കൾ കടന്നു വന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളുടെ സ്വഭാവം അങ്ങനെ ആയതിന് ആ ഒരു കാരണം അത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ പോംവഴികളെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് കുറേ ആളുകൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുത്തു. ഇനിയും താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മെ ഏൽപ്പിക്കാവുന്നതാണ്. നല്ല രൂപത്തിൽ ആത്മീയാന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസവും നൽകി തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ നല്ല മക്കളായിട്ട് അവരെ തിരിച്ചു നൽകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലും അനുഭവം കൊണ്ടുമാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ ഏൽപ്പിക്കാവുന്നതാണ്. നല്ല ദീനി ചിട്ടയിൽ വളരണം, നമുക്ക് ഉപകരിക്കുന്ന കൺകുളിർമയാകുന്ന മക്കളാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഈ ഒരു വിഷയം മാത്രമല്ല, ചില പെൺമക്കൾ അവരെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ച വീട്ടിൽ അവരുടെ സ്വഭാവ ദൂഷ്യം രൂപപ്പെടാനും, ചില മക്കൾ അവരുടെ ഭാര്യമാരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളുടെയൊക്കെ കാരണം ഇത്തരം സാഹചര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിലൊരു ഫാമിലി കൺസൾട്ടേഷന് വേണ്ടി വന്നപ്പോൾ അവരിത് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കിയത്, ഞാൻ ഈ പറയുന്ന 2 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണത്തിലൂടെയായിരിക്കാം അവരുടെ മക്കൾ വളർന്നു വന്നിട്ടുള്ളത് എന്ന് ഞാൻ അനുമാനിച്ചിരുന്നു. ഈ സ്വഭാവത്തിൻ്റെ ഈ വൈകൃതങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കങ്ങനെ ബോധ്യപ്പെട്ടു. എന്തോ ഒരു കറാമത്തുകൊണ്ടൊന്നും പറഞ്ഞല്ല, അതങ്ങനെയാണ്. അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിൽ തന്നെയാണ് ആ കുട്ടിയെ വീട്ടിൽ വളർത്തിയിട്ടുള്ളത് എന്നാണ്. ആകെയുണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയാണ്. മനസ്സിലാക്കണം, പോയിൻ്റ് മനസ്സിലാക്കണം. ഇതിനാകെ ഒരു പെൺകുട്ടി ഉണ്ടായവർക്ക് മാത്രമല്ല കേട്ടോ ഈ പ്രശ്നം വരിക. ആകെ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ലാളിച്ചു വളർത്തി, വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ പെൺകുട്ടിക്ക് ചെയ്തു കൊടുത്തു. ഒന്നിനും ഒരു മുടക്കും വരുത്തിയില്ല. അതേപോലെ തന്നെ അവർക്ക് വേറെ മക്കളുണ്ടായിരുന്നു. പെൺകുട്ടി ഇവൾ മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ സഹോദരന്മാർക്കും ഈ പെങ്ങളോട് വല്ലാത്ത അനുകമ്പയും ലാളനയും സ്നേഹവും ആയതുകൊണ്ട് ആ രൂപത്തിലാണ് ലാളിച്ചും സ്നേഹിച്ചുമാണ് വളർന്നു വന്നിരുന്നത്. എന്നിട്ട് ഞാനിതിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കണേ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് പറയുന്നത്.
അപ്പോൾ ഇവർ നന്നായിട്ട് സ്നേഹിച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞില്ല, ആ രൂപത്തിൽ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. മാത്രമല്ല സഹോദരന്മാരും അവരുടെ ആങ്ങളമാർ നന്നായിട്ട് ഇതൊക്കെ ചെയ്തു കൊടുത്തു. ഇതൊക്കെ ഈ മാതാപിതാക്കൾ പറയുമ്പോൾ വിങ്ങി പൊട്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ബാല്യകാലത്ത് ആ പെൺകുട്ടി വളർന്നു വരുന്ന ആ സമയത്ത് എല്ലാ ഇംഗിതങ്ങളും സാധിപ്പിച്ചു കൊടുത്തു, എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുത്തു വളർത്തിയതിൻ്റെ പ്രശ്നങ്ങളാണ് അവരുടെ കുടുംബം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാം കുട്ടിയുടെ വഴിക്ക് വിട്ടു. അത് സ്നേഹമാണെന്ന് മനസ്സിലാക്കി. എല്ലാം കുട്ടിയുടെ വഴിക്ക് വിട്ടു. കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും വകവെച്ചു കൊടുത്തു. ആവശ്യമായ സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ ചെറിയ തെറ്റുകൾ സംഭവിച്ചപ്പോൾ ആ തെറ്റുകൾ തിരുത്തി കൊടുത്തില്ല. തിരുത്തി കൊടുക്കുമ്പോൾ മോൾക്ക് സ്നേഹക്കുറവുണ്ടാവുമോ എന്ന് തോന്നിപ്പോയി. അതവർ പറയുന്നതല്ല കേട്ടോ, തിരുത്തി കൊടുക്കാതിരിക്കാത്തതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ അനുമാനിച്ചതാണത്. എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നതിനിടയിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ട്രാക്ക് തെറ്റിയപ്പോൾ, സഞ്ചരിക്കേണ്ടാത്ത വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ അതിന് തടയിടാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല. ആ രീതിയിൽ വളർത്തിയ പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളർന്ന കുട്ടികൾ ഭാവിയിൽ അവർക്ക് അവരുടെ സ്വഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നല്ല വാശി ഉണ്ടാകുക എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ പരിചയമുള്ളവരുടെ അനുഭവങ്ങളിലേക്കും നോക്കൂ. ഞാനീ പറയുന്നത് വ്യക്തമായ, നമ്മുടെ അടുക്കൽ ഒരുപാട് കേസുകൾ വരുമ്പോൾ ആ കേസുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൂടിയാണ് ഈ വിവരങ്ങളൊക്കെ പറയുന്നത്. നല്ല വാശിയുണ്ടാകും, ദുരഭിമാനമുണ്ടാകും, തർക്കിക്കുന്ന സ്വഭാവം ഉണ്ടാകും. വെറുതെ തർക്കിക്കാം, എല്ലാവരോടും തർക്കിക്കാം, മാതാപിതാക്കളോടും തർക്കിക്കാം. അവർ മനസ്സിൽ കരുതിയ എന്തു കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും അവർക്ക് നടന്നു കിട്ടണം എന്ന വാശിയുണ്ടായിരിക്കുക. ഇതൊക്കെ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്ന സ്വഭാവ ദൂഷ്യങ്ങളിൽപ്പെട്ടവരാണ്. ഇത്തരം കുട്ടികൾക്ക് രക്തബന്ധുക്കളോട് വലിയ ഒരു ഇറിറ്റേഷന് പല സമയങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അവരുമായിട്ട് നല്ല ഐക്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. ഇത്തരം ആളുകൾക്ക് അവരുടെ ലോകം വല്ലാത്തൊരു ലോകമായിരിക്കും അവരുണ്ടായിരിക്കുക. ഇത്തരം കുട്ടികളിൽ ചിലരിൽ ആക്രമണ സ്വഭാവം ഉണ്ടാകുന്നുണ്ട്, ചിലരിൽ മോഷണ സ്വഭാവം ഉണ്ടാകുന്നുണ്ട്, നന്നായിട്ട് മടിയുണ്ടാകും ഇത്തരം ആളുകൾക്ക്. ഇതൊക്കെ ഇവരിൽ കണ്ടുവരുന്ന സ്വഭാവ വൈകൃതങ്ങളാണ്. അപ്പോൾ സ്നേഹമെന്ന് കരുതി കൊടുത്ത പലതും നമുക്ക് തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുകയാണത്. അത് നമ്മൾ കൃത്യമായ രൂപത്തിലാണ്. അല്ലെങ്കിലും മക്കളെയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവരെ ദുഃഖവും സുഖവുമൊക്കെ അറിയിച്ച് ജീവിക്കണം എന്നാണ്. ഇല്ലായ്മ അറിഞ്ഞു തന്നെ മകൻ ജീവിക്കണം. അപ്പോഴാണ് അവരതിൻ്റെ ആ മൂർധന്യ ദശകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിലൊരു വിഭാഗമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബ സാഹചര്യത്തിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഞാനീ പറഞ്ഞത് ഒട്ടുമിക്ക കാര്യങ്ങളുള്ളതിൽ ശരിയാണ്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ചില മക്കളെ വളർത്തിയപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റായി വളർത്തി എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, കുറച്ച് ഡീപ്പായിട്ട് പറയേണ്ടതാണ്. ഞാൻ ചെറിയ രൂപത്തിലാണ് ഇത് പറയുന്നത്. അതായത് മക്കളെ എന്തിനും ഏതിനും കർശനമായിട്ട് വളർത്തുക എന്നുള്ളത് ആ മക്കളിൽ ഭാവിയിൽ സ്വഭാവ ദൂഷ്യമുണ്ടാകാനും സങ്കുചിത മനോഭാവത്തിലേക്ക് എത്താനും കാരണമാകുന്നുള്ളതാണ്. കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, അങ്ങനെ ഏർപ്പെടുത്തുക, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഏർപ്പെടുത്തുക. ഇരുന്നാൽ പ്രശ്നം, എഴുന്നേറ്റാൽ പ്രശ്നം, മിണ്ടിയ പ്രശ്നം. ആകെ ഒരു പട്ടാള ചിട്ടയിൽ ഇങ്ങനെ വളർത്തുള്ളൂ ചില ആളുകൾ. കുട്ടികളിൽ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ട് കറക്റ്റ് അതിൽ ഒരു കുട്ടികളുടേതായ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റേതായ ഒരു ഇളവും കാര്യങ്ങളും കൊടുക്കാതെ പട്ടാള ചിട്ടയിൽ വളർത്തുന്ന നല്ല ശക്തമായ കർശനം ഈ രക്ഷിതാക്കൾ കൊടുക്കുന്നത് എൻ്റെ മോനും മോളും നന്നായിട്ട് വളരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ. അത് ചില കുട്ടികളിൽ അത് പ്രതിഫലിക്കുന്നത് വിപരീതമായിട്ടാണ്. അപ്പോൾ ഓവർ കൺട്രോൾ കൊടുക്കാതെ ഒരു മിതമായ രൂപത്തിലാണ് എപ്പോഴും വരേണ്ടത്. അവർക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ അതിൻ്റേതായ രൂപത്തിൽ അനുവദിച്ചു കൊടുക്കുകയൊക്കെ വേണം. അപ്പോഴാണ് നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരിക.
എന്താ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ചില ആളുകളുണ്ട്. അല്ലെങ്കിൽ നല്ല എന്താ വളരെ ടഫായിട്ട് മനസ്സ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു വിഷയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപത്തിലൊക്കെ ജോലി ചെയ്യുന്ന ചില രക്ഷിതാക്കളൊക്കെ അവരുടെ മക്കളിൽ ഞാനിതൊക്കെ ഈ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മുടെ അടുക്കൽ ഇവിടെ ഒരാൾ വന്നു. അപ്പോൾ ആൾ വന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോനെക്കുറിച്ച് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികം വയസ്സൊന്നുമില്ല കേട്ടോ മോനിക്ക്. അപ്പം ഞാനിങ്ങനെ സാഹചര്യങ്ങൾ ഇങ്ങനെ നോക്കി, എന്താണ് ഈ കുട്ടി ഈ രൂപത്തിലേക്ക്, ഒരു കുട്ടിയും അങ്ങനെ വെറുതെ ഒരു രൂപത്തിൽ അങ്ങ് വഷളായി പോകുന്നില്ല, അതിനൊരു കാരണം ഉണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ ഇയാൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാനുള്ള സമയം ഉണ്ടാവാറില്ല മക്കളോട്. എന്നാൽ വീട്ടിൽ വളരെ കർശനാണ്. ഒരു ഓഫീസ് സംവിധാനത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കീഴിൽ കുറച്ച് ജോലിക്കാരുണ്ട്. ആ ജോലിക്കാരോടൊക്കെ വളരെ സ്ട്രിക്റ്റ്ലി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതേ ഒരു ചിട്ടയാണ് വീട്ടിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മക്കളിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങി. നമ്മളതിൻ്റേതായ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെ വളർത്തുന്നതിൻ്റെ രീതിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണം. പാരൻറ്റിങ്ങിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം, എന്നാലേ നല്ല മക്കളുണ്ടാവുള്ളൂ. കൃത്യമായി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ.